PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നൽകിക്കഴിഞ്ഞു. CPIMുമായി ഇനി ഒരു ബന്ധവും PV അൻവറിന് ഉണ്ടാകില്ല. മാത്രമല്ല, സ്വയം വിമർശനം ജീവനാഡിയാക്കിയ ഉൾപാർട്ടി ജനാധിപത്യത്തിലൂടെ വിമർശനം ജീവപദ്ധതിയാക്കിയ ഒരു പ്രസ്ഥാനമാണ് CPIM. അവരെ വിമർശനത്തിൻ്റെ പേരിൽ മാധ്യമങ്ങളും PV അൻവർ MLA അടക്കമുള്ളവർ പഠിപ്പിക്കാൻ വരേണ്ട എന്ന കാര്യങ്ങളടക്കമുള്ള സന്ദേശങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം. PV അൻവർ വലതുപക്ഷ ചേരികളുടെ കോടാലിയായി മാറിയെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധമില്ല. ഒന്നുകിൽ അദ്ദേഹം പാർട്ടി മെമ്പറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവണം. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൂർഷ്വാ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ബൂർഷ്വാ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെൻറ്റൻസാണ് ഞാൻ വിശദീകരിച്ചത്. എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ? ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി, നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല. ഈ ശക്തിയിൽ പറഞ്ഞാൽ പോരെ? പൂർണ്ണമായും അത് പറഞ്ഞു തീർക്കട്ടെ. പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കുളത്തി വിരിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, MV ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമാക്കി പാർട്ടി നിലപാടെന്ത്? PV അൻവർ ഇന്നലെ 4:30 ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിലുള്ള പാർട്ടിയുടെ നിലപാട് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. എന്തൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? അജിംഷാദ്, ഗോവിന്ദൻ മാഷ് അല്പം മുന്നേ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി തന്നെയാണ് പാർട്ടി നിലപാട് പറഞ്ഞത്. അതായത് PV അൻവറുമായി ബന്ധപ്പെട്ട് ഇന്നലെ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളടക്കം കൃത്യമായി എടുത്ത് കാട്ടിക്കൊണ്ടാണ് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ പറയുന്നത് PV അൻവർ ഇത്തരത്തിൽ തുടക്കത്തിൽ ഒരു പരാതി നൽകുന്നു. ആ പരാതി പാർട്ടി കൃത്യമായി തന്നെ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ പരിശോധിക്കുന്നു. കൃത്യമായിട്ടുള്ള അന്വേഷണം ഉറപ്പ് നൽകിയതാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അത്തരത്തിലാണ് അന്വേഷണം നടത്തിയത്. പക്ഷേ PV അൻവർ പിന്നീടും ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു. തുടക്കത്തിൽ പരാതി നൽകിയപ്പോൾ P ശശിക്കെതിരായിട്ടുള്ള പരാതി അതിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് P ശശിക്കെതിരായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരം ഒരു പരാതി PV അൻവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അക്കാര്യം അടക്കം പരിശോധിക്കുന്നു എന്നതാണ് PV അൻവറിനോട് കൃത്യമായി തന്നെ പറയുന്നത്. പക്ഷേ അതിൽ PV അൻവർ തൃപ്തനാകാൻ തയ്യാറായിരുന്നില്ല. പിന്നീടും ഇത്തരത്തിൽ പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു സമീപനമാണ് PV അൻവർ സ്വീകരിച്ചത്. അതിൽ തന്നെ പലതവണ പാർട്ടി കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയതാണ്. ഇത്തരത്തിൽ പരസ്യമായി മുന്നോട്ട് പോകരുത്. അത് പാർട്ടിയിലാണെങ്കിലും സർക്കാരിലാണെങ്കിലും കൃത്യമായിട്ട് സംവിധാനമുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പാർട്ടിക്കകത്താണ് പരാതി പറയേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ പരാതി പറയണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി PV അൻവറിനോട് പറഞ്ഞിട്ടും അതൊന്നും തന്നെ അംഗീകരിക്കാൻ PV അൻവർ തയ്യാറായിരുന്നില്ല. പകരം ഇത്തരം ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുക മാത്രമാണ് ചെയ്തത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വലതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഇത്തരം മാധ്യമങ്ങളുടെയും കയ്യിലെ ഒരു കോടാലിയായി PV അൻവർ മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇടതുപക്ഷവുമായുള്ള എല്ലാ ബന്ധവും അദ്ദേഹത്തിന് ഉപേക്ഷിച്ചു എന്നത് തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും ഒരു പാർട്ടിക്കാരനല്ല. ഇടതുപക്ഷത്തിൻ്റെ നയം, CPIMൻ്റെ നയം എന്താണ്, എങ്ങനെയാണ് പാർട്ടി സംവിധാനം, പാർട്ടി സംഘടന എന്നതൊന്നും തന്നെ PV അൻവറിന് അറിയില്ല എന്നതാണ് ഇതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇത്തരത്തിൽ ഒരു സ്വതന്ത്ര MLA ആണ്. പക്ഷേ ആ സ്വതന്ത്ര MLA പാർലമെൻ്ററി പാർട്ടി അംഗമാണ്. അപ്പോൾ ആ പാർലമെൻ്ററി പാർട്ടി അംഗമായിട്ട് പോലും സ്വീകരിക്കേണ്ട എല്ലാ പരിഗണനകളും PV അൻവർ എന്ന MLAക്ക് നൽകിയിരുന്നു.
ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ പരാതിക്കും പരിഗണന നൽകി. റിട്ടൺ കംപ്ലൈൻറ്റ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നടപടികൾ സ്വീകരിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രി പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞു വിശദീകരിച്ചു. അതിനുശേഷം നിരവധി അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു. നടപടികൾ എടുക്കാൻ തെളിവുള്ള കാര്യത്തിൽ എടുത്തു. ഇങ്ങനെ PV അൻവറിൻ്റെ പരാതികളിന്മേൽ എല്ലാ പരിഗണനയും നൽകി. എന്നിട്ടും അൻവർ വീണ്ടും വാർത്താ സമ്മേളനം നടത്തുന്നു. അതാണ് ഒരു ഗൂഢ സംഘത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക്, ഉദ്ദേശത്തിലേക്ക് അൻവർ ചുരുങ്ങി, അല്ലെങ്കിൽ അൻവറിന് താല്പര്യങ്ങളുണ്ട് എന്ന് ബോധ്യമായത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഗോവിന്ദ മാസ്റ്റർ വിശദീകരിച്ചത് എന്താണ്? വിഷ്ണു തലവൂർ. അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ PV അൻവറിൻ്റെ കാര്യത്തിൽ കൃത്യമായി തന്നെ നിലപാട് സ്വീകരിച്ചതാണ്. എല്ലാ പരിഗണനകളും PV അൻവറിന് നൽകുന്ന സാഹചര്യമായിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഇക്കാര്യം അൻവർ നൽകിയ പരാതി അടക്കം കൃത്യമായി പരിശോധിക്കുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അൻവർ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും ആരോപണങ്ങളുമായി വരികയാണ് ഉണ്ടായത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ്. അൻവറിൻ്റെ ഒരു നിലപാട് മാറ്റം തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്നൊരു കാര്യം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. കാരണം മുൻകാലങ്ങളിൽ അൻവർ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്ന് നിലപാടുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോലീബി സഖ്യമൊക്കെ ഇപ്പോഴും പല തലങ്ങളിലും പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആരോപണങ്ങൾ അത് വലതുപക്ഷം മാത്രമല്ല, കോലീബി സഖ്യം മാത്രമല്ല, മാധ്യമങ്ങളും അതിന് വലിയൊരു പ്രചരണ വേല സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. സംസ്ഥാന വ്യാജ പ്രചരണങ്ങൾ ഒക്കെ തന്നെയാണ് അൻവർ ഉന്നയിക്കുന്നത്. ഇവരുടെ കയ്യിലെ കോടാലിയായി മാറുകയാണ് PV അൻവർ ചെയ്യുന്നത് എന്നൊരു ആരോപണം, അല്ലെങ്കിൽ ആ ഒരു വസ്തുത തന്നെയാണ് ഇന്നിപ്പോൾ ഗോവിന്ദ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പമാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലും. കാരണം തീർച്ചയായും വിഷ്ണു തലവൂരാണ് MV ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകളുടെ വിശദാംശങ്ങൾ കൂടി, വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകിയത്. ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനായി രണ്ട് അതിഥികൾ കൂടി നമ്മോടൊപ്പമുണ്ട്. നാസർ കൊളായി, ഇടത് നിരീക്ഷകനും, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായി റജി ലൂക്കോസും ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ നാസർ കൊളായിലേക്ക്. നാസർ കൊളായി, നേരത്തെ നമുക്ക് ഗോവിന്ദ മാഷ് പറഞ്ഞതെല്ലാം നിങ്ങൾ രണ്ടുപേരും കേട്ടിട്ടുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി കാണേണ്ടത് അൻവറിൻ്റെ താല്പര്യം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചാണ്. പാർട്ടിക്ക് അല്ലെങ്കിൽ LDF സംവിധാനങ്ങൾക്ക് അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന മേഖലകളിൽ ഏതാണ്ട് 43%, UDFന് 47% ഉണ്ടാകുമ്പോൾ LDFന് 43% വോട്ട് ഷെയറാണ് ഈ മേഖലകളിൽ നിന്ന് വരുന്നത്. സ്വാഭാവികമായും അതിനെ തകർക്കാനുള്ള ഒരു ഗൂഢ നീക്കം PV അൻവർ അടക്കമുള്ള MLA തുറന്നു പറച്ചിലടക്കം ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ മാത്രമായ ചില കാര്യങ്ങൾ, തെളിവില്ല എന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുണ്ട്. ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണ്ടേ അൻവറിൻ്റെ ഗൂഢ ലക്ഷ്യത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ? നാസർ കൊളായി. തീർച്ചയായും അൻവർ, ഇവിടെ ഗോവിന്ദ മാഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ അൻവറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ ഒരു സമയത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അൻവർ എൻ്റെ പാർട്ടി, എൻ്റെ സഖാക്കൾ എന്നുള്ള രൂപത്തിലാണ് സാധാരണഗതിയിൽ സംസാരിക്കാറ്. അപ്പോ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, അൻവറിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അൻവർ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ കോൺഗ്രസ് ആണ്, EMS കോൺഗ്രസ് അല്ലായിരുന്നു, EMS എങ്ങനെ സഖാവായത് എന്ന ചോദ്യമാണ്. അത് തന്നെ വളരെ അപലപനീയമായ ഒരു ചോദ്യമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് EMSനെയാണ് അദ്ദേഹം തന്നോട് സാമ്യപ്പെടുത്താൻ വേണ്ടി ഉപമിച്ചിട്ടുള്ളത്. PV അൻവർ എവിടെ കിടക്കുന്നു, EMS എവിടെ കിടക്കുന്നു? EMS മാത്രമല്ല, അർക്കിഷൻ സിംഗ് സുർജിത്ത് അടക്കമുള്ള, സുന്ദരയ്യ അടക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചിട്ടുള്ള സകല ആളുകളും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നതാണ്.
ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു ബഹുജന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെ ആയി വന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ കൂടെ KPCC സെക്രട്ടറി ആയിരുന്നു സഖാവ് EMS. അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗമായി ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ വന്നു. പിന്നെ സെക്രട്ടറിയായി എല്ലാമായ മനുഷ്യനാണ് സഖാവ് EMS. അൻവർ പറയുന്നു, ഇപ്പൊ ഇവിടെ ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, അദ്ദേഹം DICയിൽ നിന്ന് വന്നതാണ്. സാന്ദർഭികമായി ഞാൻ പറയാണ്, അൻവറും ഞാനും ഒരുമിച്ച് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. K മുരളീധരന്റെ DICയിലൂടെയാണ് ഞങ്ങൾ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചത്. പക്ഷേ DIC വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോൾ തിരിച്ച് ഞാൻ കോൺഗ്രസിലേക്ക് ഇല്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ CPIM എന്ന പാർട്ടിയിലേക്ക് വന്നത്. അൻവർ പക്ഷേ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു, CPIM എന്ന പാർട്ടിയിലേക്ക് വന്നില്ല. ഞാൻ CPIMന്റെ വാതിലിന് പുറത്ത് കാവൽക്കാരനായി നിൽക്കുകയായിരുന്നില്ല. ഞാൻ CPIMലെ ഒരു അംഗമായി. ഞാൻ DICയിൽ നിന്ന് വരുമ്പോൾ DICയുടെ കർഷക സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും 14 വർഷമായി ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നിട്ട് ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഈ പാർട്ടിയിൽ അങ്ങനെയാണ്, താഴെ തട്ട് മുതൽ പ്രവർത്തിച്ച് അങ്ങനെ പാർട്ടിയിൽ ഘട്ടം ഘട്ടമായി വരണം. അങ്ങനെയാണ് ഞാൻ പാർട്ടി അംഗമായിട്ടുള്ളത്. പാർട്ടി അംഗമല്ല അൻവർ. അംഗമല്ലാത്ത അൻവറാണ് പാർട്ടി ഉപദേശിക്കാനും പാർട്ടി സഖാക്കളെ എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, എന്നാലും സകല പരിഗണനകളും പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ അൻവറിന് കൊടുത്തിട്ടുണ്ട്. അൻവർ നേരത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വരുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് മത്സരിച്ചത്, സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. അന്ന് അൻവറിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇടതുപക്ഷത്തിന്റെ പിന്തുണ കിട്ടിയപ്പോഴാണ് അൻവർ ജയിച്ചിട്ടുള്ളത്. ഇന്ന് അൻവറിന്റെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ പറയുന്നുണ്ട് അൻവർ ഒറ്റക്ക് മത്സരിച്ച് ജയിക്കും. അൻവർ നേരത്തെയും ഒറ്റക്ക് മത്സരിച്ചിരുന്നു, അന്ന് ജയിച്ചിട്ടില്ല. ഇനി ജയിക്കുമോ എന്ന കാര്യം നമുക്കിപ്പോ പറയാൻ പറ്റില്ല, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ കാര്യങ്ങൾ കൃത്യമായി പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോ തന്നെ ഗോവിന്ദമാഷ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പാർലമെന്ററി പാർട്ടി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനുള്ള സർക്കാരിലുള്ള പരാതികൾ കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുന്നതിന് മുമ്പ് മലപ്പുറത്ത് നടന്ന ഒരു പോലീസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ വെടി ഞാൻ പൊട്ടിച്ചത് എന്ന് അൻവർ പറയുന്നു. അന്ന് അൻവർ പറഞ്ഞ കാര്യങ്ങളോട് കേരളത്തിലെ പാർട്ടി മുഖം തിരിച്ചു നിന്നിട്ടില്ല. പോലീസിൽ നിന്ന് നീതി കിട്ടുന്നതിന് പാർട്ടി പ്രവർത്തകർക്ക് ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനുഭവ സാക്ഷ്യമുള്ള പല ആളുകളുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. പോലീസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പിണറായി വിജയൻ വരുമ്പോൾ എല്ലാവരും കൂടി കമ്മ്യൂണിസ്റ്റ് ആവുന്നതല്ല. ഇവിടെ രാഷ്ട്രീയ എതിരാളികൾ വിളിക്കുന്ന എന്താണ്, കാക്കിക്കുള്ളിൽ സഖാക്കളെങ്കിൽ ഞങ്ങൾ അനുസരിക്കില്ല. ഇപ്പൊ എതിരാളികൾ പറയുന്നത് ഈ പോലീസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു പക്ഷേ സഖാക്കൾക്ക് നീതി കിട്ടാതെ വന്നിരിക്കാം. അങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട് പോലീസിൽ നിന്ന്. പോലീസിൽ പുഴുക്കുത്തുകളുണ്ട്. നമുക്കറിയാലോ, DGP സെൻകുമാർ ഇവിടെ ആരായിരുന്നു? ആ DGP സെൻകുമാറിനെ മാറ്റി ബെഹ്റയെ കൊണ്ടുവന്നപ്പോ DGP സെൻകുമാറിന് വേണ്ടി ശക്തയുക്തം വാദിച്ചവരായിരുന്നു ഇവിടുത്തെ സകല കോൺഗ്രസ്സുകാരും. സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ സെൻകുമാറിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ സൗജന്യമായി കേസ് വാദിച്ചത് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ പാർലമെന്റ് മെമ്പറായ ഒരു സുപ്രീം കോടതി വക്കീലാണ്. അന്ന് DGP സെൻകുമാർ അധികാരത്തിലേക്ക് തിരിച്ചു വന്നപ്പോ അസനുൽ ബന്ന എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ നേതാവ് പറഞ്ഞ എന്താ, പിണറായി വിജയന്റെ ചങ്കില് കുത്തി അധികാരത്തിലേക്ക് തിരിച്ചു വന്ന സെൻകുമാറിന് അഭിവാദ്യം എന്നാ പറഞ്ഞത്. അപ്പോ അന്ന് DGP സെൻകുമാർ ഉള്ള കാലത്തും ഇവിടെ പോലീസുണ്ട്. ആ പോലീസിൽ ഇന്റർവ്യൂ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ചോദിച്ചിട്ടാണ് വരിക. അതിൽ കോൺഗ്രസ്സുകാരുണ്ടാവും, അതിൽ RSSകാരുണ്ടാവും. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പട്ടാളത്തിൽ ചേരാൻ പറ്റില്ല. അങ്ങനെ സഖാവ് കുഞ്ഞാലി അടക്കമുള്ളവർ പട്ടാളത്തിലെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇന്ന് ഏതെങ്കിലും പാർട്ടിയിൽ ഉള്ള ആളുകൾക്ക് പോലീസിൽ ചേരുന്നിടത്ത് വല്ല നിബന്ധനയുണ്ടോ? ഇല്ല. അപ്പൊ പോലീസിൽ സ്വാഭാവികമായി പുഴുക്കുത്തുകൾ ഉണ്ടാവും. ഇത് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചപ്പോ തന്നെ എഴുതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതേ സമ്മേളനത്തിന്റെ പോലീസ് സമ്മേളനത്തിന്റെ വേദിയിൽ ഈ പറയുന്ന ആരോപണ വിധേയനായ ADGP അജിത് കുമാർ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ, പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരിൽ കർശനമായ നടപടി സ്വീകരിക്കും. സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന് അയാള് ടെലിഫോണിലൂടെ അടക്കം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായ തെളിവ് കൃത്യമായി കിട്ടിയപ്പോ അയാൾക്കെതിരെ നടപടിയെടുത്തു. അൻവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോ മലപ്പുറം SP DYSPമാരെ എല്ലാം മാറ്റി. അൻവറിന്റെ പരാതിക്കനുസരിച്ച് പോലീസിലുള്ള മാറ്റങ്ങൾ മുഖ്യമന്ത്രി ആരംഭിച്ചു. പാർട്ടി കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇതേ സമയത്താണല്ലോ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോഴാണല്ലോ നമ്മൾ തിരിച്ചറിയുന്നത് ഈ വിഷയം എന്താണ് എന്ന് പഠിക്കുന്നതിന് വേണ്ടി, അത് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഫോൺ ചെയ്തപ്പോ അൻവർ എടുത്തില്ല. ഇന്നലെ അൻവർ എന്താ പറഞ്ഞത്, ഞാനൊരു സമരസ്ഥലത്തായിരുന്നു, അത് കഴിഞ്ഞ് DC ഓഫീസിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു.
എന്നാ മുഖ്യമന്ത്രിയോട് പിന്നെ വിളിക്കാൻ പറയൂ എന്ന് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, പൊളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ, സീനിയർ നേതാവാണ്. ആ മുഖ്യമന്ത്രി വിളിച്ചപ്പോ ആ ഫോൺ എനിക്ക് എടുക്കാൻ സൗകര്യമില്ല എന്നുള്ള രൂപത്തിൽ തന്നെയല്ലേ ഇന്നലെ പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രിയോട് അദ്ദേഹം മുഖം തിരിച്ചു നിന്നു. പക്ഷെ മുഖ്യമന്ത്രി പരസ്യ പ്രതികരണം നടത്തിയില്ല. മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും പാർട്ടി സെക്രട്ടറിയുടെ അടുത്തേക്കും അൻവർ പരാതിയുമായി പോയി. പത്രങ്ങൾ പിറകെ കൂടി. അപ്പൊ അൻവർ എന്താ പറഞ്ഞത്? ഞാൻ പരാതികളൊക്കെ മുഖ്യമന്ത്രിയെ കണ്ടു സംസാരിച്ചു, പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു, സംസാരിച്ചു, അവർ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മറ്റു പരാതികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരവസരം കിട്ടിയാൽ, സൂചി കയറ്റാൻ ഇടം കിട്ടിയാൽ പാര കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ വലവീശി അൻവറിന്റെ അടുത്ത് പോയിട്ട് കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിച്ചു. അവർക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ തേടിയെടുത്തു. അൻവർ പിന്നീട് ആ വാർത്താ സമ്മേളനത്തിൽ അങ്ങ് ലയിക്കാൻ തുടങ്ങി. നിരന്തരമായി കടന്നാക്രമിക്കുന്ന പത്രമാധ്യമങ്ങളുടെ വീരനായകനായി അൻവർ മാറി. അതിനുമ്പ് അൻവർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏഷ്യാനെറ്റിനെ കുറിച്ചൊക്കെ അൻവർ പറഞ്ഞിട്ടുള്ള എന്താണ്? ഏഷ്യാനെറ്റിന്റെ വിനുവിനെ കുറിച്ചും സകല മാധ്യമങ്ങളെ കുറിച്ചും പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളെ ഒളിയാക്രമണത്തിലൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ സകല മാധ്യമങ്ങളും. ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, എന്നെ കുറിച്ച് പിന്നെ ഇപ്പൊ പത്രങ്ങള് മോശമായി, എനിക്ക് കാലിന് ചങ്ങല ഉണ്ട് എന്ന് അൻവർ പറഞ്ഞ പോലെ പത്രക്കാർ പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ വിഷം കുടിച്ച് മരിക്കുമെന്ന് പറഞ്ഞ മാമം മാപ്പിള ആ വാക്ക് പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരമായി അധികാരത്തിൽ വന്നു. ഇപ്പൊ തുടർച്ചയായി വീണ്ടും അധികാരത്തിൽ വന്നു. ആന്റണിയുടെ വാക്കുകളൊക്കെ ഗോവിന്ദമാഷ് ഉന്നയിച്ചല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല. 100 വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ മാധ്യമങ്ങൾക്കെതിരെ അൻവർ പോരാടിയപ്പോ, മാധ്യമങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ ആക്രമിക്കുമ്പോ അതിന് പ്രതിരോധം തീർക്കുന്ന അൻവറിന്റെ കൂടെ സൈബർ ലോകത്തെ സഖാക്കള് ഒരുമിച്ച് നിന്നിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിക്കെതിരാണ് അൻവർ നിൽക്കുന്നതെങ്കിൽ ഇതേ ആളുകളെ കൂടെ നിർത്താൻ അൻവറിന് സാധിക്കും? സാധിക്കില്ല എന്നെ വിശ്വാസം. തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന കുറെ ആളുകൾ എങ്കിലും ഉണ്ടാവും. അപ്പൊ പാർട്ടി കൃത്യമായ തീരുമാനം എടുത്തല്ലോ. ഈ തീരുമാനത്തിന് ഞാൻ അതിലേക്ക് തിരിച്ചെത്താം. പാർട്ടി പ്രവർത്തകരെ സഖാക്കൾക്കൊപ്പമാണ് എന്നൊക്കെയുള്ള വ്യാജ വിഭ്രമങ്ങൾ PV അൻവർ സൃഷ്ടിക്കുന്നു. അതിൻ്റെ രൂപപ്പെടൽ എങ്ങനെ? കാലാകാലങ്ങളായി ഇത്തരം കണ്ടിന്യൂസ് റിബൽ സിൻഡ്രോമുമായി ഒരു കൂട്ടായ്മയെ ലംഘിച്ച് നീങ്ങിയവർ പറയുന്ന തുറന്നു പറച്ചിലുകൾക്ക് അനുഗുണം തന്നെയാണ് അൻവർ ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ. ഇത്യാദി കാര്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ നാസർ കൊളായി, ഇപ്പോൾ റജി ലൂക്കോസ് കൂടി ചേരുകയാണ്. റജി ലൂക്കോസ്, ഒന്ന് BJP നേതാക്കന്മാരെക്കുറിച്ച്, അത് നാസർ കൊളായി സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. BJP നേതാക്കന്മാരെക്കുറിച്ച് ഇന്നലെ വൈകിട്ടത്തെ 4:30-ക്കുള്ള വാർത്താ സമ്മേളനത്തിൽ അൻവർ ഒരു വാക്കും പറഞ്ഞില്ല. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒക്കെ വിമർശിക്കുന്ന തരത്തിലേക്ക് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് BJPയെക്കുറിച്ച് പറഞ്ഞില്ല. നമ്പർ 1. നമ്പർ 2, ആ വാർത്താ സമ്മേളനം അവസാനിക്കുന്ന വേളയിൽ PV അൻവർ രാജീവ് ഗാന്ധിയുടെ സ്മരണകൾ പുതുക്കുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്നു. ആ നെഹ്റു കുടുംബം തനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞു നിർത്തുന്നു. ഇന്നത് ഗോവിന്ദമാഷ് ഉദ്ധരിക്കുന്നു. എങ്ങനെയാണ് അത് കോൺഗ്രസുമായുള്ള പാലം വലിക്കലിൻ്റെ ഭാഗമാണ് എന്നുള്ളത്? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ബോധ്യമാക്കുന്നതിനുള്ള കൃത്യമായ ജനാലകൾ, അല്ലേ ശ്രീ റജി ലൂക്കോസ്? തീർച്ചയായിട്ടും നല്ല നിരീക്ഷണമാണ്. ഇവിടെ PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെക്യുലർ മുഖംമൂടി അണിഞ്ഞ്, നേരത്തെ ഇവിടെ നാസർ കൊളായി പറഞ്ഞ പോലെ അണിഞ്ഞ് അദ്ദേഹം പിന്നെ കോൺഗ്രസിൽ നിന്ന് DAC-യിൽ വന്നു. DAC-യിൽ നിന്ന് DAC കോൺഗ്രസിൽ ജയിച്ചപ്പോൾ മാറി നിന്ന് ഈ PV അൻവറിനൊപ്പം കോൺഗ്രസിലും DAC-യിലും പ്രവർത്തിച്ച ആളായിരുന്നു നാസർ കൊളായി. പക്ഷേ നാസർ കൊളായി ആ പാർട്ടി വിട്ട് പുറത്തെത്തി ഈ പാർട്ടിക്കുള്ളിലേക്ക് CPIM-ലേക്ക് അംഗത്വമെടുക്കാൻ അതിൻ്റെ താഴെ തട്ട് മുതൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം അവരുടെ കർഷക പാർട്ടിയുടെ, DAC-യുടെ കർഷക പാർട്ടിയുടെ സ്റ്റേറ്റ് നേതാവായിരുന്നു, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു. അവിടെ നിന്നാണ് നാസർ കൊളായി വന്നത്. പക്ഷേ അന്നൊന്നും ഈ പാർട്ടി വിടാൻ തയ്യാറാവാതിരുന്ന PV അൻവർ പിന്നീട് ഒരിക്കൽ പോലും പാർട്ടി വിട്ടപ്പോഴും CPIM എന്ന പാർട്ടിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല, പ്രവർത്തിച്ചിരുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ ഒന്ന് താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത്. ശ്രീ റജി ലൂക്കോസ്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹമൊക്കെ CPM-ൽ വന്നതിന് ശേഷം അദ്ദേഹം ഇപ്പൊ പറഞ്ഞല്ലോ, അദ്ദേഹം ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം കേരളം മുഴുവൻ നടന്ന പാർട്ടിക്ക് വേണ്ടി പ്രഭാഷണം നടത്തുന്നു. അദ്ദേഹത്തിന്റെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ കരുത്താണ്. അത് യാതൊരു തർക്കമല്ല കാര്യത്തിൽ. അദ്ദേഹമൊക്കെ വന്നതിന് ശേഷം ഈ നിമിഷം വരെ 2 തവണ നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും CPM സഖാക്കളുടെയും ചുമലിലേറി വിജയിച്ച് വലിയ രീതിയിൽ തന്നെ പിന്നെ ഈ പാർട്ടിയുടെ എല്ലാ പിന്തുണയും കിട്ടി, സർക്കാരിന്റെ ഭാഗത്തുള്ള പരിഗണന കിട്ടി. ഏറ്റവും അദ്ദേഹം കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, തന്നോട് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടതാണ് മെമ്പർഷിപ്പ് എടുക്കാൻ.
താൻ അത് എടുത്തില്ല, അതിപ്പോ നന്നായി എന്നൊക്കെ പറഞ്ഞൊരു വിദ്വാനാണ് അദ്ദേഹം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഒരു വഞ്ചക വേഷം കെട്ടി, ഒരു വഞ്ചക രാഷ്ട്രീയ വഞ്ചക കെട്ടി ഒരു മുഖംമൂടി എടുത്ത് ഇടതുപക്ഷത്ത് വന്ന ഒരാളാണ് PV അൻവർ എന്നുള്ളത് വളരെ വളരെ വ്യക്തമായി കഴിഞ്ഞു. അൻവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നിഷ്കളങ്കനും പിന്നെ എന്താ പറയാ, CPM-നെ മാത്രം അന്ധമായി വിശ്വസിച്ച് മതേതരത്തിലും മതസൗഹാർദ്ദത്തിലും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് CPM പ്രവർത്തകരാണ് ഈ മനുഷ്യൻ വഞ്ചിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് നിലമ്പൂർ ആ പ്രദേശങ്ങളിൽ നൽകിയ ഇടതുപക്ഷ പ്രവർത്തകർ നൽകിയ സ്നേഹവും വാത്സല്യവും അദ്ദേഹം മറന്നുപോയി. അതിനാണ് ഞാൻ പറഞ്ഞത് വഞ്ചക വേഷം കെട്ടി അദ്ദേഹം വന്നതാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെയായിരുന്നു. പിന്നെ ഇവിടെ അജംസാദ് പറഞ്ഞൊരു കാര്യം ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അതായത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം RSS-നെ BJP-യെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോലും ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. അതായത് കോലിബി എന്ന് പറയുന്ന പണ്ട് വടകരയിലും പിന്നെ നമ്മുടെ ബേപ്പൂർ അരങ്ങേറിയ നാടകം, അതിപ്പോഴും അതിന് തനിയാവർത്തങ്ങൾ പലയിടത്തും ഉണ്ട്. അതിനെയൊക്കെ വിമർശിച്ച് കയ്യടി നേടിയിട്ടുള്ള ഈ PV അൻവർ ഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ ആദ്യഘട്ടം എന്തായിരുന്നു? അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSS-ഉമായിട്ട് രഹസ്യമായിട്ട് കണ്ടിരിക്കുന്നു, അതിനെതിരെയാണ് താൻ പരാതി കൊടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ PV അൻവർ പിന്നീട് RSS-ന്റെയും BJP-യെ കുറിച്ച് അക്ഷരം പോലും മിണ്ടാത്തത്? ഇന്നലെ കേസുകാരൻ പറഞ്ഞ എന്താ കേരളം കേട്ടില്ലേ? അതായത് കേസുകാരൻ പറഞ്ഞ എന്താണ്, ആർക്ക് വേണ്ടിയിട്ട് വാതിൽ എപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായില്ല. ഈ 8 വർഷക്കാലം കേരളത്തിന്റെ നിയമസഭയിലിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തലോടലിൽ, ഇടതുപക്ഷ പ്രവർത്തകരുടെ കഷ്ടപ്പാടിലും വിയർപ്പിലും 8 വർഷം എല്ലാ ആനുകൂല്യങ്ങളും നേടിയിരുന്ന ഈ PV അൻവർ ഈ പാർട്ടിയിൽ കയറിയത് മുതൽ ഈ പാർട്ടിയെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു മാധ്യമ മാനിയായുണ്ട്. വളരെ ദയനീയമായ കാര്യം. ഈ ചർച്ച കാണുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള ആൾക്കാർക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമല്ലേ? അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ആ മാധ്യമം കാണാതിരിക്കുന്നത് ഒരു ജനസേവന എന്ന് പറഞ്ഞു. ഇന്നിപ്പോ അടുക്കളയിൽ വരെ കഴിഞ്ഞ ദിവസം ആ മാധ്യമത്തിനെ കയറ്റി. അപ്പൊ ആരാണ് ഈ PV അൻവർ എന്നുള്ളത്? അത് ശരിയായ നിരീക്ഷണമാണ്. അത് മാത്രമല്ല, PV അൻവർ മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നേരെ വിപരീതമായി ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കുന്നു. ചില ഈ മഞ്ഞ കുപ്രസിദ്ധ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന, ഓൺലൈൻ മീഡിയാസൊക്കെ ഉന്നയിച്ചിരുന്ന പല കാര്യങ്ങളും അതിനെ ആദ്യം എതിർത്തിരുന്ന അൻവർ ഇപ്പോൾ അതേ നിലപാടിൽ തന്നെ വരുന്നു. ആ വൈരുദ്ധ്യത്തെ ഗോവിന്ദമാഷ് കൂടി അല്പം മുമ്പ് പൊളിച്ചു കാട്ടി. തീർച്ചയായും PV അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ ഏതൊക്കെ തരത്തിലാണ് പരിഗണിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്, അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ, വാർത്താസമ്മേളനം നടത്തിയത്, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ വസ്തുത എത്ര കണ്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചു കൂടിയാണ് രാഷ്ട്രീയ കേരളം ഇന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM അതിൻ്റെ നിലപാട് വ്യക്തമാക്കി. ഒരു ബന്ധവും PV അൻവറുമായി ഉണ്ടാകില്ല. PV അൻവർ നടത്തുന്നത് പാർട്ടിക്കും ജനതയ്ക്കും ഭൂഷണമായ കാര്യമല്ല എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു. ഇവിടെ ഞാൻ നാസർ കൊളായിലേക്ക് തന്നെ എത്തുന്നു. നാസർ കൊളായി, മലബാറിൻ്റെ പ്രത്യേക രാഷ്ട്രീയത്തെ വളരെ ആഴത്തിൽ അറിയുന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ നാസർ കൊളായി, പാർട്ടി സഖാക്കന്മാർക്കൊപ്പമാണ് താൻ, പാർട്ടി സഖാക്കന്മാരുടെ മനസ്സറിഞ്ഞാണ് നീക്കം, ഇത്യാദി കാര്യങ്ങൾ ചില വിഭ്രമമായി PV അൻവർ ആദ്യം മുതലേ പറയുന്നുണ്ട്. അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഓരോ മണിക്കൂറിലും അദ്ദേഹം കാട്ടിക്കൊണ്ടിരുന്നത്. ആദ്യം മുഖ്യമന്ത്രിക്ക് സപ്പോർട്ടാണ്, പാർട്ടിക്ക് സപ്പോർട്ടാണെന്ന് പറയുന്നു, പിന്നെ ഓരോ ഘട്ടം കഴിയുന്നു. ഇന്നലെ വൈകിട്ടായപ്പോൾ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒക്കെ എതിരായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചേരിയും വ്യക്തമാക്കുന്നു. പക്ഷേ പാർട്ടി സഖാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ പ്രവർത്തനം എന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇന്ന് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പ്രതിഷേധം തീർത്തു പോസ്റ്ററുകളിലൂടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അജിംഷാദ്, എന്റെ പാർട്ടി എന്റെ സഖാക്കൾ എന്ന് വിളിക്കാനുള്ള രാഷ്ട്രീയപരമായ അർഹത അദ്ദേഹത്തിനില്ല. എന്തുകൊണ്ട്? ഇപ്പൊ സഖാവ് എന്ന അഭിസംബോധനം വിവിധ പാർട്ടിയിലുണ്ട്. ഇപ്പോ CMP-യിലുണ്ടാവും, RMP-യിലുണ്ടാവും. അവർ പരസ്പരം സഖാക്കൾ എന്ന് വിളിക്കുക. പക്ഷെ നമ്മൾ അവരെ കയറി സഖാക്കൾ വിളിക്കില്ലല്ലോ. കാരണം എന്താ? അവര് രാഷ്ട്രീയമായി CPM എന്ന പാർട്ടിക്ക് എതിരാണ്. പാർട്ടിക്കകത്തുള്ളവർ പരസ്പരം അഭിസംബോധന ചെയ്യുന്ന പാർട്ടിയാണ്. പക്ഷേ ഈ ഒരു വാചകം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പാർട്ടിയോടൊപ്പം നിന്ന സമയത്ത് എല്ലാ സഖാക്കളും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. സാന്ദർഭികമായ ഒരു കാര്യം ഞാനിങ്ങനെ ഓർത്തുവാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പിതാവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പിണറായി സഖാവിനെയാണ്. ഇന്നലെ അദ്ദേഹം പിതാവിന്റെ സ്ഥാനത്തുള്ള ആളെ മാറ്റി, കോടിയേരി സഖാവിനെ പിതാവിന്റെ സ്ഥാനത്തേക്ക് മാറ്റി. നാളെ ഇനി ആ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരും എന്നെനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ പാർട്ടിയിലെ ഏറ്റവും പ്രതിച്ഛയായുള്ള ബിംബങ്ങളെ തന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുക, തന്റെ ആവശ്യത്തിന് അത് ഉതകില്ലെങ്കിൽ ഉപേക്ഷിക്കുക. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EMS-ന്റെ പേര് പോലും അദ്ദേഹം എടുത്തിട്ടുള്ളത്.
ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഇപ്പൊ അജിംഷാദും സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നിങ്ങൾ ഉത്തരം പറയും. പത്രക്കാരോട് പറഞ്ഞു, ഇതുവരെ ഞാൻ ചോദിക്കാൻ, ഇനി നിങ്ങൾ ഉത്തരം പറയും. കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പത്രക്കാര് പല ഉത്തരവും പറഞ്ഞു. പലരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം വർഗീയതയാണ് കേരളം നേരിടുന്ന പ്രശ്നം. അൻവർ പറഞ്ഞു അല്ല, വർഗീയത പ്രശ്നമില്ല. പിന്നെ പട്ടിണി പറഞ്ഞു, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാട് നേരിടുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞപ്പോൾ അൻവർ പറഞ്ഞു അതൊന്നും അല്ല പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒത്തുകളിക്കുകയാണ്. ഏതൊക്കെ പാർട്ടിന്റെ പേരാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഒത്തുകളിക്കാണ്, ലീഗ് ഒത്തുകളിക്കാണ്, വി.ഡി. സതീശന്റെ പേര് പറഞ്ഞു, പാണക്കാട് തങ്ങളുടെ പേര് പറഞ്ഞു, സമുദായ നേതാക്കൾ ജിഫ്രി തങ്ങൾ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ എല്ലാവരുടെയും പേരുകൾ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം എല്ലാവരും ഒത്തുകളിക്കുകയാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, പാർട്ടിയിലെ മേൽത്തട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ DC ജില്ലാ കമ്മിറ്റിയിലെത്തി, ഏരിയ കമ്മിറ്റിയിലെത്തി, ലോക്കൽ കമ്മിറ്റിയിലെത്തി, താഴെക്കിടയിലുള്ള ബ്രാഞ്ച് സഖാക്കൾ പോലും രാഷ്ട്രീയ എതിരാളികളുമായി ഒത്തുകളിക്കുകയാണ് എന്നാ പറഞ്ഞു. എല്ലാവരും, ആരുമായി ഒഴിവില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ അറിഞ്ഞൂടാ, ആ കൂട്ടത്തിൽ BJP എന്ന പാർട്ടിയുടെ പേര് പറയാനും BJP എന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേര് ഒഴിവാക്കാനും അൻവർ മനഃപൂർവ്വമാണോ എന്ന് അറിഞ്ഞൂടാ, ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പേര് വന്നിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചത് പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിനെതിരെയാണ്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ ഗവൺമെന്റ് തള്ളി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് അൻവർ പറഞ്ഞിട്ടുള്ള ഇന്നലത്തെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പൂരം കലക്കി BJP ജയിച്ചതിന്, തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, അത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണ്. അപ്പം പൂരം കലക്കിയിട്ടാണെങ്കിലും ജയിച്ച BJP നയത്തെ വെറും രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. BJP ഈ പൂരം കലക്കതിന്റെ പേരിൽ വലിയ വർഗീയ ഛിദ്രതയാണ് തൃശ്ശൂരിന്റെ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോ അൻവർ അടക്കം പറയുന്നത് കേട്ടാല് അവിടെ പരാജയപ്പെടാനുള്ള കാരണം പിണറായി വിജയനാണ് എന്നും അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്. നമുക്കറിയാലോ, അവിടെ തെരഞ്ഞെടുപ്പിൽ പൂരം കലക്കിയിട്ട് കോൺഗ്രസിന്റെ വോട്ടൊക്കെ BJPയിലേക്ക് പോയതാ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് 19,000 ചില്ലാനം വോട്ട് കൂടി. എന്നാൽ കോൺഗ്രസിന്റെ വോട്ട് 85,000-ഓളം വോട്ടുകൾ, തത്തുല്യമായ വോട്ടിന് അൻവർ ജയിച്ചു. ഇത് തന്നെയല്ലേ നിയമത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഈ കേരളം കണ്ടിട്ടുള്ളത്? വളരെ കൃത്യമല്ലേ കോൺഗ്രസ് BJP ആയി എന്നുള്ളത്? ഇവിടെ RSSനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും RSS ഇന്ത്യ രാജ്യത്ത് തലക്ക് വിലയിട്ടിട്ടുള്ള ഏക മനുഷ്യന്റെ പേര് പിണറായി വിജയനാണ്. ഏക മനുഷ്യന്റെ പേര് പിണറായി വിജയനാണ്. എന്നാൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്ഥിതി എന്താ? RSSന്റെ ആയുധ പരിശീലന ക്യാമ്പിനെ CPM ആക്രമിക്കുമെന്ന് കരുതി ഞാൻ അതിന് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രസംഗിച്ച സുധാകരന്റെ നിലപാടിനെ കുറിച്ച് ഇവർക്ക് എന്താ പറയാനുള്ളത്? എന്താ ഇവർ പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ടാണ് RSS CPMനെ ആക്രമിക്കുന്നത്? 1925 രൂപീകൃതമായ RSSന്റെ 3 പ്രഖ്യാപിത ശത്രുക്കൾ: 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. പ്രഖ്യാപിത ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, 218 പേര് രക്തസാക്ഷികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. സഖാവ് P. ജയരാജൻ നമുക്കറിയാം, തിരുവോണക്കാലത്ത് അദ്ദേഹത്തെ വെട്ടി നുറുക്കി മരിച്ചെന്ന് കരുതി ഓം കാളി ഭദ്രകാളി എന്ന് ആർത്ത് വിളിച്ച RSSകാർ തിരിച്ചുപോയത്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ഇന്ന് വളരെ കൃത്യമായി അൻവറിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ കൂടെയാണ്. എന്നാൽ പിണറായി വിജയനെതിരെ ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. RSS പറയുന്നു ഇവിടെ ന്യൂനപക്ഷ പ്രീണനമാണ് പിണറായി സർക്കാർ നടത്തുന്നത്. എന്നാൽ ന്യൂനപക്ഷ വർഗീയത വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ളവർ വളരെ കൃത്യമായി പറയുന്നത് മതരാഷ്ട്രവാദമാണ്, മുസ്ലിം മതരാഷ്ട്രവാദമാണ്. ആ മുസ്ലിം മതരാഷ്ട്രവാദികളുടെ ചാനലായ മീഡിയ വൺ അടക്കമുള്ള പത്രങ്ങൾ വളരെ കൃത്യമായി പിണറായി വിജയനെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? സംഘ് പരിവാറുമായി ചേർന്ന് പോവുകയാണ്. ഈ സംഘ് പരിവാറുമായി ചേർന്ന് പോകുന്നതിനാണ് പിണറായി വിജയൻ RSSകാരുമായി കൂടിക്കാഴ്ചക്ക് ADGP അയച്ചത് എന്നൊക്കെ ഇവര് പ്രചരിപ്പിക്കുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടല്ലോ, നേരത്തെ വിവാദമായിട്ടുണ്ടത്. RSS നേതാക്കളെ കണ്ടു എന്ന് പരസ്യമായി ഞങ്ങൾ കണ്ടു, സംസാരിച്ചുവെന്ന് ഇതേ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പത്രത്തിന്റെ 1-ാം പേജിൽ വാർത്ത അച്ചടിച്ചു വന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ഇപ്പൊ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുക്കുന്നുണ്ട്. അവര് മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് എന്തിന്? ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടായി വന്നപ്പോ പാണക്കാട് തങ്ങൾ എന്താ പറഞ്ഞത്? അത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്നാ പറഞ്ഞത്. എന്നാൽ ഇടതുപക്ഷ മുന്നണി ഒരു നിലപാടെടുത്തു.
ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നതിനെ പരിഹസിക്കുന്നവരോട് വളരെ വിനീതമായ ചോദ്യമുണ്ട്. ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോ വരില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. എന്നാൽ എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. അതിന് ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ല. പരിഹാരമായി 3 വെള്ളി കൊടുത്തയച്ച പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടി ആലോചിച്ചു, പോവണോ പോവണ്ടേ പോണ്ടണം എന്നാലോചിച്ചു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിങ്ങൾ നോക്ക്, അയോധ്യയിൽ രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് 95% ഹിന്ദു മതവിശ്വാസികൾ, RSSന്റെ ഹിന്ദുത്വല്ല, ഹിന്ദു മതവിശ്വാസികൾ, സമാജ്വാദി പാർട്ടി അവിടെ ജനറൽ സീറ്റിൽ ദളിത് സ്ഥാനാർത്ഥിനെ നിർത്തി 70,000 വോട്ടോളം വോട്ടിന് വിജയിച്ചു. തൊട്ടടുത്ത മണ്ഡലത്തിൽ ബാബരി രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ 97% ഹിന്ദു മതവിശ്വാസികൾ, RSS അല്ല, ഹിന്ദു മതവിശ്വാസികളുടെ മണ്ഡലത്തിൽ 1,40,000 വോട്ടിന് ജയിച്ചു. ഏടതാശയാണത്. ഇടതുപക്ഷം അതുകൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാതിരുന്നത്. നമ്മുടെ വിഷയം മാറുന്നതുകൊണ്ട് ഞാൻ അതിന്റെ ആയങ്ങളിലേക്ക് കിടക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഈ RSSന്റെ നിലപാടിനെതിരെ ശക്തമായ പോരാടിയ പാർട്ടി ആയതുകൊണ്ടാണ് ഇന്നും പ്രഖ്യാപിത ശത്രു. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ വെച്ച് ചേർന്ന 6-7 വർഷം മുമ്പ് ഡൽഹിയിൽ വെച്ച് ചേർന്ന ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ ഈ ശത്രു പട്ടിക അവരൊന്ന് പുതുക്കി. M എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പേരാണ് ഞങ്ങളുടെ മുഖ്യ ശത്രുക്കൾ. ഒന്നാമത്തെ ശത്രു M മാർക്സിസ്റ്റുകൾ, രണ്ടാമത്തെ ശത്രു M മുസ്ലിങ്ങൾ, മൂന്നാമത്തെ ശത്രു M മെഷീനറീസ്, ക്രിസ്ത്യൻ മെഷീനറികൾ, നാലാമത്തെ ശത്രു മെത്തോളജിസ്റ്റുകൾ, ഭൗതികവാദികൾ എന്ന് തിരുത്തി. എന്താ കാരണം? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നെഞ്ചു വിരിച്ച് കാവൽ നിൽക്കുന്നത് CPM ആണ് എന്ന ബോധ്യത്തിൽ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന CPM-നെയാണ് ആദ്യം മാറ്റേണ്ടത് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1925 ഉണ്ടാക്കിയ സീനിയോറിറ്റി ലിസ്റ്റ് വരെ അവർ മാറ്റിയത്. ഇവിടെ കലാപ ഭൂമിയിൽ ബുൾഡോസറുകൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ ഡൽഹിയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടിക്ക് മെമ്പറില്ലാത്ത ഡൽഹിയിൽ ബുൾഡോസറുകൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ച് എന്റെ ശവശരീരത്തിലൂടെ അല്ലാതെ ഈ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ പൊളിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാകാരാട്ടിന്റെ പാർട്ടിയാ CPIM. ആ ബൃന്ദാകാരാട്ടിന്റെ കൂടെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലത്ത് ഇതിനേക്കാളും വലിയ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റിട്ട് അതിന് വഴങ്ങാത്തവരാണ് പിണറായി വിജയൻ. തലശ്ശേരി കലാപം ഉണ്ടായപ്പോ അവിടെ നെഞ്ചു വിരിച്ച് കടന്നു എന്നുകൊണ്ട് കാറിൽ അരുതേ, വർഗീയ കലാപം നടത്തരുതേ എന്ന് പറഞ്ഞവന്റെ പേര് പിണറായി വിജയൻ. മാറാട് കടപ്പുറത്ത് കലാപം ഉണ്ടായപ്പോ കുമ്മനം രാജശേഖരനും കൂട്ടരും അന്നത്തെ മുഖ്യമന്ത്രി ആന്റണിയെ തടഞ്ഞപ്പോ കൂടെയുള്ള കുഞ്ഞാലിക്കുട്ടിയെ തിരിച്ചയക്കണം, അല്ലാതെ മാറാട്ടേക്ക് കടക്കാൻ വരില്ല എന്ന് കണ്ടപ്പോ സകല പോലീസും ഉണ്ടായിട്ട് കുഞ്ഞാലിക്കുട്ടിയെ തിരിച്ചയച്ച് ഒറ്റയ്ക്ക് പോയ ആന്റണിയുടെ ചരിത്രമല്ല. പിറ്റേ ദിവസം അതേ മണ്ണിലേക്ക് എളമരം കരീമിന്റെയും VKC മുഹമ്മദ് കോയയുടെയും കൈപിടിച്ച് പിണറായി വിജയൻ പോയപ്പോ അവിടെ RSSകാരും കുമ്മനം രാജശേഖരനും അവരെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞപ്പോ മാറട എന്ന് പറഞ്ഞവന്റെ പേരാ പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി കടക്കുപുറത്തുനിന്ന് അന്ന് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് പിണറായി മതേതരത്വത്തിനായി. ശരിയാണ്, നാസർ കൊളായി ഓർമ്മിപ്പിച്ചത് നന്നായി. തീർച്ചയായും. ശ്രീ റജി ലൂക്കോസ്, ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളതാണ്. അതിനുള്ള മറുപടി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉണ്ടായി. മുഖ്യമന്ത്രിയും പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു, പാർട്ടിയുടെ സംവിധാനങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ഇത്തരം വായാടിത്തങ്ങളുമായി തങ്ങളെ തിരുത്താൻ വരേണ്ട തങ്ങൾക്കറിയാം. തെറ്റുതിരുത്തൽ ഒരു ജീവിത പദ്ധതിയും സ്വയം വിമർശനം ഒരു പാർട്ടി പദ്ധതിയുമായി സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റുതിരുത്തി മുമ്പോട്ട് പോകാൻ അറിയാം. അത് മാത്രമല്ല, ഈ തെറ്റുതിരുത്തുക എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുടെ ഉദ്ദേശം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രീ റജി ലൂക്കോസ്. കാരണം ആരുടെ നീതി നിഷേധിക്കുന്നതാണ് വലിയ അസ്വസ്ഥതയായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വീഡിയോ അടക്കമിട്ട് അൻവർ പറഞ്ഞത്. സ്വർണ്ണക്കടത്തുകാരെയാണ്, രാജ്യദ്രോഹ സംബന്ധിയായ പ്രവൃത്തികൾ ചെയ്തവർക്ക് സംഭവിച്ച നീതി നിഷേധത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം അസ്വസ്ഥമാകുന്നത്. ഈ നാട്ടിൽ നീതി നിഷേധത്തിൻ്റെ പേരിൽ അസ്വസ്ഥപ്പെടേണ്ട എത്രയോ സംഭവങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അതുൾപ്പെടെ. അപ്പോൾ അതൊന്നുമല്ല, ഈ സ്വർണ്ണക്കടത്തുകാരിലേക്ക് ന്യൂനപക്ഷ താല്പര്യത്തെ ചുരുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്യുന്നത് ന്യൂനപക്ഷ വിരുദ്ധതയല്ലേ യഥാർത്ഥത്തിൽ ശ്രീ റജി ലൂക്കോസ്? അത് തന്നെയല്ല ജിംഷാദെ. അതായത് നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദീർഘവീക്ഷണം അത് പണ്ട് തന്നെ കേൾവി കേട്ടത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ മറ്റാരും ചിന്തിക്കാത്ത പാതയിലൂടെ അദ്ദേഹം ചിന്തിക്കുന്നത്. ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഞാനത് ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞു, 2 വീഡിയോ അദ്ദേഹം 2 കള്ളക്കടത്ത് സംഘമായിട്ട് അദ്ദേഹം കാണിക്കുന്ന വീഡിയോ അദ്ദേഹം കാണിച്ചു. അതിന് പറഞ്ഞ ന്യായീകരണം എന്താ? മുഖ്യമന്ത്രി പറഞ്ഞു ഒരാളെ മുഖംമൂടി അണിച്ചുകൊണ്ട് അൻവർ ഒരാളെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു, അങ്ങനെ മുഖ്യമന്ത്രിയെ കുറിച്ച് കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്തൊരു കാണിച്ചത് എന്താ? കേരളത്തിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന
പിന്നെ മുഖ്യമന്ത്രി ആരോപിച്ച അൻവറിനെതിരെ ആരോപിച്ചത് വളരെ വസ്തുതയാണെന്നുള്ള രീതിയിൽ തെളിഞ്ഞു വരും. എന്താ കാരണം ഈ രണ്ടുപേരും കൊണ്ടുവന്നു. അവർ പറയുന്നത് ഞങ്ങൾ 950 ഗ്രാം ഏതാണ്ടൊക്കെ സ്വർണം ക്യാപ്സുലായിട്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. അത് ഈ ക്യാപ്സുലായിട്ട് സ്വർണ്ണക്കടത്തുകാർ കൊണ്ടുവന്നതിന്റെ പേരിൽ ഇദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞല്ലാതെ ഇതിന് ഔദ്യോഗികമായിട്ടുള്ള രേഖ എന്താ? ഈ സ്വർണം 500 ഗ്രാം പോലീസുകാർ അടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് രേഖ സമർപ്പിച്ചത്? ഒന്ന് അത് മാത്രമല്ല, അതായത് സ്വർണം കേരള പോലീസ് പിടിക്കരുത്. അത് ഈ പറയുന്നതിന്റെ ഉദ്ദേശം പൂർണ്ണമായ ഒരു ഔട്ട്പുട്ട് നോക്കേണ്ടതുണ്ട്. ഒന്ന്, നീതി നിഷേധിക്കുന്നു, മലപ്പുറത്തിൻ്റെ നീതി നിഷേധിക്കുന്നു എന്നൊക്കെയുള്ള സ്വരത്തിൽ അദ്ദേഹം വരികൾക്കിടയിൽ വായിച്ച് പറയുന്നത് സ്വർണ്ണക്കടത്തുകാർക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒന്നത്. രണ്ട്, അത് തന്നെ വസ്തുതാവിരുദ്ധമാണ്, അത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ അത് പറയുന്നത് ഇറ്റ്സെൽഫ് എടുത്താൽ പോലും. രണ്ട്, ഇപ്പോൾ മലപ്പുറത്തിൻ്റെ താല്പര്യങ്ങൾ പോകുന്നു എന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. ഇനി അത് മാത്രമല്ല, PV അൻവർ ഈ ഓരോ ഘട്ടത്തിലും പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കസ്റ്റംസിന് ഇത് കസ്റ്റംസ് പിടിക്കാതെ പുറത്തു വരുമ്പോഴാണ് കേരള പോലീസ് പിടിക്കുന്നത്. അപ്പോൾ കസ്റ്റംസിന് ഇത് തിരിച്ചു കൊടുക്കണം, അതിനൊരു വകുപ്പ്. കാരണം 164 സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ ലീഗൽ വാലിഡിറ്റി ഉള്ളത് അവരുടെ കസ്റ്റംസ് ആക്ടിലെ 120 ആക്റ്റാണ്, അങ്ങനെ എന്തോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ സെക്ഷൻ പറഞ്ഞ് നീങ്ങുകയാണ്. അതായത് കസ്റ്റംസ്, കേന്ദ്ര സർക്കാരിൻ്റെ കസ്റ്റംസിന് ഈ സ്വർണം പിടിക്കണം, അത് പോലീസിന് കൊടുക്കരുത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ വർഗ താല്പര്യം രൂപപ്പെടുത്തുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് പരിശോധിക്കപ്പെടണ്ടേ റജി ലൂക്കോസ്? തീർച്ചയായും ഞാൻ തിരിച്ചത് ഗോവിന്ദൻ മാഷ് അസന്നിഗ്ധമായി വ്യക്തമാക്കി, PV അൻവറുമായി ഒരു ബന്ധവും CPIM ഉണ്ടാകില്ല. PV അൻവറിൻ്റെ തന്നെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് അത് രൂപപ്പെട്ടത്, ആ കാര്യം വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, PV അൻവറിന് എല്ലാ പരിഗണനയും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പരാതിക്കും എല്ലാം നൽകിയിരുന്നു. എന്നിട്ടും അദ്ദേഹം വീണ്ടും വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങളിൽ അച്ചടക്ക ലംഘനം കാട്ടിയത് കൃത്യമായ ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുള്ള വസ്തുതകൾ കൂടി ഗോവിന്ദൻ മാഷ് നിരത്തുകയും ചെയ്തു, CPIM നിരത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നാം ചർച്ച പുരോഗമിക്കുന്നത്. ഞാൻ റജി ലൂക്കോസിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീ നാസർ കോളായിലേക്ക്. ശ്രീ നാസർ കോളായി, മലപ്പുറം എന്ന വികാരത്തെ കൂടി ഒന്ന് കുത്തി നോക്കാൻ അൻവർ ശ്രമിച്ചു. അൻവറിൻ്റെ വരികൾക്കിടയിലൊക്കെ വായിക്കേണ്ടതുണ്ട് ഓരോ വാർത്താ സമ്മേളനത്തിൻ്റെയും പരിണാമങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ 4:30 ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം, അതിൽ പറഞ്ഞ കാര്യങ്ങൾ, താല്പര്യങ്ങൾ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP നേതാക്കന്മാരെക്കുറിച്ച് പരാമർശിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ ജാഗ്രത, അതൊക്കെയും നാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പിന്നീട് മലപ്പുറം എന്നുള്ള തരത്തിൽ ചില വികാരങ്ങൾ ഇളക്കിവിടാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം അങ്ങനെ കൃത്യമായി ഉള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ പിണറായി വിജയൻ നേരത്തെ മാറാട് കലാപത്തിൻ്റെ കാര്യത്തിൽ കൂടെ വരുന്ന ആൾക്കാരുടെ ജാതി നോക്കി സമവായ ചർച്ചയ്ക്ക് കയറാൻ പറഞ്ഞ BJP നേതാക്കന്മാരോട്, സംഘപരിവാർ നേതാക്കന്മാരോട് AK ആൻ്റണി പറഞ്ഞില്ല, പിണറായി വിജയൻ മാറടോ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി. തലശ്ശേരി കലാപത്തിൻ്റെ കാലഘട്ടത്തിലും അതൊക്കെ താങ്കൾ ഓർമ്മിപ്പിച്ചു. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയായതിനു ശേഷവും സംഘപരിവാർ ബോധപൂർവമായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലാണ് കൂടുതൽ ക്രിമിനലുകൾ എന്ന രീതിയിൽ പരിശോധന നടത്തി, പ്രചരണം നടത്തി രംഗത്തെത്തി. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതുപ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം വളരെ ജാഗ്രതയോടെ, ഏത് സ്വകാര്യ വിഷയത്തിന് പോലെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ശരീരഭാഷ. അദ്ദേഹം രംഗത്തെത്തി വാർത്താ സമ്മേളനം നടത്തി. എന്താണ് കേരള ജനതയുടെ സ്റ്റാറ്റസ്, എങ്ങനെയാണ് ഓരോ സമുദായത്തിൻ്റെയും അംഗസംഖ്യ, അതിൽ ആരൊക്കെയാണ് ക്രിമിനലുകൾ, എത്ര പേരാണ് ആ ഓരോ സമുദായത്തെയും പ്രതികരിച്ച് ക്രിമിനലുകളാണെന്ന്. ജാതിയും മതവും പറയാൻ താല്പര്യമില്ല, പക്ഷേ ഇത്തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ ഇതിൻ്റെ വസ്തുത അറിയണം. അപ്പോൾ ജനങ്ങൾ ആരൊക്കെയാണോ ജനസംഖ്യയിലുള്ളത് അതിൻ്റെ ആനുപാതികമായാണ് ക്രിമിനൽസുകൾ ഉണ്ടാകുന്നത്, അല്ലാതെ വേറൊരു സമുദായത്തിനുമില്ല എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തി വിശദീകരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെയാണ് പഠിപ്പിക്കാനായി PV അൻവർ എത്തിയെന്ന വിരോധാഭാസം കൂടി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ താങ്കളോട് പങ്കുവെക്കുന്നു. ശ്രീ നാസർ കോളായി, ഈ മലപ്പുറം ജില്ലയിലെ ആളുകളുടെ കണക്ക് വെച്ചുകൊണ്ട് പോലീസ് കേസിനെ കുറിച്ചൊക്കെ അൻവർ സംസാരിച്ചു. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മലപ്പുറം എന്ന വികാരത്തെ മുതലെടുക്കാനുള്ള ശ്രമം അൻവർ നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് അൻവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു സ്ഥലമല്ല. അന്തമാൻ ദ്വീപിലേക്ക് പോയാൽ അവിടെ മലപ്പുറം ഉണ്ട്, മഞ്ചേരി ഉണ്ട്, നിലമ്പൂരും എല്ലാം ഉണ്ട്. 921 പിന്നെ മലബാർ കലാപം, ആ മലബാർ കലാപം കഴിഞ്ഞപ്പോൾ 10,000 കണക്കിന് ആളുകളെ നാട് കടത്തി അവര് പിന്നെ അന്തമാൻ ദ്വീപില് വളരെ കഷ്ടപ്പെട്ടു.
കുറെ ആളുകൾ മരിച്ചു. എല്ലാം അതിജീവിച്ചതിന് ശേഷം 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പുറത്തിറങ്ങിയവർ പരസ്പരം കണ്ടുമുട്ടി. നിങ്ങൾ എവിടുന്നാണ്, മലപ്പുറത്ത് നിന്നാണോ മഞ്ചേരി നിന്നാണോ എന്നൊക്കെ ചോദിച്ച് ഈ നാടുകളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മലപ്പുറം എന്ന ജില്ല ഉണ്ടാക്കിയത് EMS എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. 1967 മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്തത് സംഘപരിവാറാണ്. സംഘപരിവാറിന്റെ കൂടെ കൂടെ മുദ്രാവാക്യം വിളിച്ചത് എങ്ങനെയാണ്? പാകിസ്ഥാൻ ഉണ്ടായാൽ പൊന്നാനിക്കടപ്പുറത്ത് മലപ്പുറം ഉണ്ടായാൽ പൊന്നാനിക്കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പലിറക്കുമെന്ന പ്രചരണം നടത്തിയത് ആര്യാൻ അടക്കമുള്ള കോൺഗ്രസ് ആണ്. പക്ഷെ CPM ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ഒക്കെ ഉണ്ടല്ലോ, അന്നത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കുമെന്നതിന്റെ തെളിവാണ് മലപ്പുറം ജില്ല ഉണ്ടാക്കിയിട്ടുള്ളത്. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ 1921 കഴിഞ്ഞപ്പോ പള്ളികൾ ഉണ്ടാക്കുന്നതിന് നിരോധന നിയമം വന്നു. എന്തുകൊണ്ടാ? മമ്പറം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ആലി മുസ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരം. അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല. 1947 സ്വാതന്ത്ര്യം ലഭിച്ചു, കോൺഗ്രസ് അധികാരത്തിൽ വന്നു, പള്ളി ഉണ്ടാക്കാനുള്ള നിയമം വന്നോ? മലബാർ മദിരാശി ഗവൺമെന്റിൽ കാമരാജ് മന്ത്രിസഭയിൽ ലീഗിന് 6 MP നിയമം കൊണ്ടുവന്നില്ല. ആരാ കൊണ്ടുവന്ന്? 1957 EMS ഗവൺമെന്റ് ഏപ്രിൽ മാസം 5 അധികാരത്തിൽ വന്നു. ജൂൺ മാസം 7 നിയമം നടപ്പിലാക്കി. മുസ്ലിങ്ങളുടെ ആഘോഷമാണ് മലപ്പുറം നേർച്ച, നിരോധിച്ചു ബ്രിട്ടീഷുകാരൻ. അത് തിരിച്ചു കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ. മലബാർ സ്പെഷ്യൽ പോലീസ് 921 കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പോലീസ്, ആ പോലീസാണല്ലോ നമ്മളുടെ ആരോപണ വിഷയം. ആ പോലീസിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് നിയമം മാറ്റിയോ? നിയമം മാറ്റിയില്ല. അതിനുശേഷം 57 വന്ന EMS ഗവൺമെന്റ് MSPയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം കൊടുത്തു. അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാൽ മലപ്പുറത്തിന്റെ ഇന്നത്തെ എല്ലാ മുഖച്ഛായം ഉണ്ടാക്കിയിട്ടുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിൽ അനുവദിച്ചത് എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൽ മറ്റൊരു പാർട്ടിക്ക് ഒന്നും അതിൽ ഉന്നയിക്കാനില്ല. ഇവിടെ താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് മലപ്പുറത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. എന്താണ്? ഈ പോലീസ് സംവിധാനത്തിൽ മലപ്പുറത്ത് കേസുകളുടെ എണ്ണം കൂടുകയാണ്. മലപ്പുറത്ത് കേസുകളുടെ എണ്ണം കൂടുകയാണ്, മറ്റുള്ളവർക്കൊന്നും കൂടുന്നില്ല. അത് പച്ചക്കള്ളമാണ്. വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച ഉത്തരം ഞാൻ അജിം ഷാന് വേണമെങ്കിൽ അയച്ചുതരാം. ആ വിവരാവകാശ രേഖ പ്രകാരം കേരളത്തിലെ 10 ജില്ലകൾ എടുത്താൽ ഏതൊക്കെ ജില്ലയാണ്? തിരുവനന്തപുരവും ആലപ്പുഴയും കൊല്ലവും കോട്ടയവും എറണാകുളവും തൃശ്ശൂരും പാലക്കാടും കണ്ണൂരും കോഴിക്കോടും കഴിഞ്ഞ് 10ാമത്തെ സ്ഥാനത്താണ് കേസിന്റെ എണ്ണത്തിൽ മലപ്പുറം ജില്ല വരുന്നത്. 21,159 കേസാണ് മലപ്പുറം ജില്ലയിൽ 2023 തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 88,906 ഉണ്ട്. ഞാൻ ഒറ്റ മിനിറ്റ്. കോഴിക്കോട് ജില്ലയിൽ 13 അസംബ്ലി സീറ്റാണ്. മലപ്പുറം ജില്ലയിൽ 16 അസംബ്ലി സീറ്റ് ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ കേസ് 30,630, മലപ്പുറം ജില്ലയിലുള്ളത് 21,159. എന്തിനാണ് ഈ കള്ളക്കണക്ക് പറയുന്നത്? അതുപോലെ തന്നെ 2015 മുതൽ 2023 വരെയുള്ള വിവരാവകാശ രേഖ പ്രകാരം ഞാൻ പറയുന്നത് 2015 39,700 കേസ് മലപ്പുറം ജില്ലയിൽ. ആരാ ഭരിച്ചത്? UDF. 2015 30,715, 2011 32,192. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാൽ 2016 19,722, ഇപ്പോഴോ 24,580. അപ്പൊ ചില കള്ളക്കണക്കുകൾ ആളുകളുടെ മുമ്പിൽ ഒരു രേഖയില്ലാതെ സമർത്ഥിച്ച് മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണം കൂട്ടുകയാണ്. ഒരു കാര്യം കൂടി പറയാൻ അനുവദിക്കണം അജിം സാറേ. ഇന്നലെ ഈ കള്ളക്കടത്തുകാരെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ നടത്തി വലിയ വീഡിയോ ഞാൻ വിചാരിച്ചെന്തോ പൊട്ടിത്തെറിക്കാൻ പോവാൻ. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ എന്താണ്? ഈ പാവപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞു. ഈ കുട്ടി ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി, അതായത് പ്രായപൂർത്തിയായ ആള് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി. അത് 3 കോയിൻ, അത് എവിടുന്നാ കിട്ടിയെന്നൊന്നും ഞാനിപ്പോ ഒന്ന് പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ആശുപത്രിയിലെ എക്സ്റേയിൽ പരിശോധിച്ചാൽ അറിയാം. ഇത് കോടതിയിൽ ഹാജരാക്കി പോലീസ് ഹാജരാക്കിയപ്പോ എണ്ണത്തിൽ തൂക്കത്തിൽ കുറവുണ്ടെങ്കിൽ 10,000 രൂപ പേ അടച്ചിട്ടാണല്ലോ അവിടെ നടക്കുന്നത്. ആ കോടതിയിൽ ഈ കള്ളക്കടത്തുകാരന് പറഞ്ഞൂടെ, എന്റെ 2 കോയിനല്ല 3 കോയിൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 3 കോയിനും തിരിച്ചു വരണം. എന്തായാലും അയാൾ പേ അടക്കുകയാണ്. പേ അടച്ചിട്ട് അയാളുടെ പേരിൽ ജാമ്യമില്ലാത്ത കേസൊന്നുമില്ലല്ലോ. ഞാൻ കള്ളക്കടത്ത് നടത്തിയെന്നും 2 കോയിൻ പിടിച്ചുവെന്നും അയാൾ കോടതിയുടെ മുമ്പിൽ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പേ അടക്കുന്നത്. അപ്പൊ 3ാമത്തെ കോയിൻ ഉണ്ടായിരുന്നു. അയാൾക്ക് കോടതിയെ വിശ്വാസമില്ല. അൻവറിന്റെ ഭാഷയെ പറഞ്ഞാൽ അൻവറിന്റെ കോടതിയെ അയാൾക്ക് വിശ്വാസമുള്ളൂ. ആരെ പൊട്ടന്മാരാക്കാനാണ് ഈ കളി? എന്നിട്ട് നമ്മളോട് പറയാണ് ഈ കള്ളക്കടത്ത് നടത്തിയ ഇവര് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. കേരള പോലീസ്, കുണ്ടോട്ടി പോലീസ് ഒന്നും പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ അൻവറിന്റെ ഉത്തരവ് പ്രകാരം നമ്മൾ കേരളത്തിലെ പോലീസിൽ ഞാൻ പറഞ്ഞല്ലോ പുളിക്കുത്തുകൾ ഉണ്ടാവും, ഒരു സംശയമില്ല. ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയവരുണ്ടാവും. ഞാൻ അവരെ പൂർണ്ണമായി ന്യായീകരിക്കുന്നില്ല. പക്ഷെ കേരളത്തിലെ പോലീസുകാരൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഈ ഇന്ത്യ രാജ്യത്തിന്റെ കള്ളക്കടത്ത് നടത്തുന്നവരെ ഇടാനാകില്ല. അതല്ലല്ലോ നമ്മുടെ നാട്ടിലെ സംവിധാനം. ശ്രീ റജി ലൂക്കോസ്, മലപ്പുറത്തെ സംബന്ധിച്ചും
അൻവർ ഉയർത്തിയ ഈ പാവം കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കടത്തുകാരെ പരിചയപ്പെടുത്തിയതും അവരുടെ കുടുംബത്തെ ഒത്തിരുത്തി വീഡിയോ കാണിച്ചതിൻ്റെയൊക്കെ അന്തസാര ശൂന്യതയും അതിലെ വസ്തുതാവിരുദ്ധമായ ഘടകങ്ങളും ഒക്കെ എണ്ണി അക്കമിട്ട് ശ്രീ റജി ലൂക്കോസ് നിരത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ പല വിധത്തിലുമുള്ള താല്പര്യങ്ങളാണ് ഇതുവഴി ഒളിച്ചു കടത്തുന്നത് എന്ന് ബോധ്യമാവുകയാണ്. റജി ലൂക്കോസ്. അല്ല, തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഈ അൻവർ പിന്നെ ഇഡിയുടെയും NIA-യുടെയും നിരീക്ഷണ വലയത്തിലായി കഴിഞ്ഞതാണ് നമുക്കിപ്പോ അറിയാം. അതാണ് നാസർ കോളയെ സൂചിപ്പിച്ചത്. ബിജെപി നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം അടുത്ത് കേട്ടോളൂ. അദ്ദേഹം മുഖ്യമന്ത്രിയെ ഇന്നലെ തേജോവധം ചെയ്തുകൊണ്ടൊരു കമന്റ് നടത്തി. അത് മാധ്യമങ്ങളിൽ നിന്ന് വലിയ ഹൈലൈറ്റ് ആക്കുന്നുണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ. എന്താ അറിയോ, അദ്ദേഹത്തിന് പറഞ്ഞു, 2 തവണ ആവർത്തിച്ച് പറഞ്ഞു, കേന്ദ്ര സർക്കാരിന്റെ സഹായം ആർക്കാ വേണ്ടത്? അതായത് ADGP RSSനെ കണ്ടത് ആർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യമുള്ളത്? RSSന്റെയും BJP-യുടെയും. ആ ആള് കൊടുത്ത ഉത്തരവായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കേരളം മുഴുവനും അത് മുഖ്യമന്ത്രിയാണെന്നുള്ളവരും സംശയിച്ചൊരു നിഴലിലേക്ക് ഇട്ട് അതേ അൻവർ RSSനെയും BJP-യെ പഴി ചാരാതെ കണ്ട് ഇന്നലെ തലോടി വിട്ടതിന്റെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇദ്ദേഹം പോലും അത്തരം ഒരു നിരീക്ഷണ വലയത്തിലാണോ താൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് RSSും BJP-നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നാടകമായിട്ട് ഇറങ്ങുന്നുള്ളവർ വളരെ വ്യക്തമായിട്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹം സംശയിക്കുന്നുണ്ട്. ഇന്ന് അത് മാത്രമല്ല റജി ലൂക്കോസ്, അത് മാത്രമല്ല ഒരു ആരോപണം ഉണ്ടായാൽ അതിനെതിരെ ഒരു സിസ്റ്റമില്ലേ? ഞാനൊരു ഉദാഹരണം ചോദിക്കുന്നു. ഈ PV അൻവറിനെതിരെ എത്രയോ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. റിസോർട്ടിൽ തടയണ കെട്ടി വെള്ളം സംരക്ഷിച്ച് ഭൂമിയുടെ ഇതേ മാപ്രകൾ, ഇതേ മാധ്യമപ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ അൻവറിനെതിരെ വാർത്തകൾ നൽകിയത്. അദ്ദേഹത്തിന് പൊട്ടിത്തെറിക്കേണ്ടി വന്നു പലയിടത്തും. അത് മാത്രമല്ല അദ്ദേഹം ആഫ്രിക്കയിൽ പോയത് മാസങ്ങളോളം പോയി എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല മിച്ചഭൂമി, അത് ചിലപ്പോൾ ഹൈക്കോടതി പിന്നീട് തീർപ്പാക്കിയിരിക്കാം, പക്ഷേ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട 6.25 ഏക്കർ അധികമായി PV അൻവറും കുടുംബവും കൈവശം വെച്ചിരിക്കുന്നു എന്ന ആരോപണം വന്നു. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്ന ഘട്ടത്തിൽ ആ ആരോപണങ്ങളെ അതിൻ്റെ ശരിയായ ക്രമത്തിൽ പരിശോധിക്കുക എന്നുള്ളതല്ലാതെ അൻവറിനെ പുറത്താക്കുക, അൻവറിനെ പ്രതിക്കൂട്ടിലാക്കുക ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇനി അൻവർ തന്നെ ഇറ്റ്സെൽഫ് പറയുന്നു അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ മാത്രമാണ് തെളിവില്ല, അന്വേഷിക്കാനുള്ള ഹിൻ്റാണ് അത്രയും നൽകുന്നതെന്ന്. പിന്നെ എങ്ങനെയാണ് ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് അന്വേഷണം പൂർത്തിയാക്കാതെ? അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ശരിയാണ്, ഈ പറയുന്നതിന് യുക്തിയുണ്ട്. അപ്പോൾ ഇത് എന്തായാലും കരയാനിരിക്കുകയാണ്, അതിന് തേങ്ങ വീഴാനൊരു കാരണം കണ്ടെത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വല്ല വസ്തുതയുണ്ടോ ശ്രീ റജി ലൂക്കോസ്? അല്ല, അൻവർ മനസ്സിലാക്കാതെ പോയ ഒരു മണ്ടത്തരം എന്താണെന്നറിയോ? അതായത് കേരളത്തില് അൻവറിനേക്കാളൊക്കെ എത്രയോ വലിയ മീനുകൾ എന്ന് കരുതിയിരുന്ന പലരും ഓവർ ടൈം ജോലി ചെയ്തിട്ടുണ്ട് ഈ CPM-നെ തകർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു പോറൽ പോലും CPM-ന് ഏൽക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം തിരിഞ്ഞു നോക്കണം. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ തന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ പോസ്റ്റിനടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ വായിച്ചു നോക്കെന്ന് പറയാറുണ്ട്. ഏറ്റവും പുതുതായിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്കിന്റെ കമന്റുകളിൽ ഒരു 500 ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചോളൂ, മുഴുവൻ അൻവറിനെതിരാണ്. കാരണം അവരൊക്കെ പറയുന്നു ഞങ്ങൾ അൻവറിനെ ഇഷ്ടമാണ്, അത് താങ്കൾ എന്നുള്ള ഫയർ ബ്രാൻഡ് രാഷ്ട്രീയക്കാരോട് താല്പര്യ പാർട്ടി വിരുദ്ധതയായിട്ട് വന്നാൽ അൻവറെ കൈവച്ചോളാൻ പറഞ്ഞു. കാരണം ഈ പാർട്ടി പതിറ്റാണ്ടുകളാണ് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ തീർച്ചയായും ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ റജി ലൂക്കോസ്, നിങ്ങൾ രണ്ടുപേരും അടിത്തട്ടിൽ പൊതുജനങ്ങളുമായി ബന്ധമുള്ള ആൾക്കാർ എന്ന നിലയിൽ ചോദിക്കുകയാണ് ഒരു ചോദ്യം. അതായത് ഈ PV അൻവർ പറയുന്ന കാര്യങ്ങൾ അതിന് വസ്തുതകൾ നിരത്തി മറുപടിയും കൃത്യമായ മറുപടികളും ഒക്കെ നിരത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത് അടിത്തട്ടുകളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക മേഖലകളിൽ ബാധിക്കും, സ്വാധീനിക്കും എന്ന ചില ആശങ്കയും ചിലർക്കത് സന്തോഷവുമായി രൂപപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത നിങ്ങൾക്ക് ബോധ്യമാകുന്നത്? 1 മിനിറ്റ്, ഒരാൾക്ക് 1 മിനിറ്റ്. അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിലും പാർട്ടി ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിയുമ്പോൾ അതെല്ലാം ഈസി ആയിട്ട് മാറും. ഞാൻ പറഞ്ഞത് ഇതിന് വലിയ പ്രതിഭാസങ്ങൾ MP രാഘവൻ ഈ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം, KR ഗൗരിയും ഈ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം ഈ 2 കൂട്ടരും കേരളം മുഴുവൻ നടന്ന് എന്തെല്ലാം പറഞ്ഞു, എന്നിട്ട് ഈ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഇത്തരം എത്തിക്കണ്ണികളെ ബാധ്യതയായി പല ഗൂഢലക്ഷ്യത്തോടുകൂടി പാർട്ടിയിൽ കടന്നു കയറി തങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി മാത്രം ഗൂഢലക്ഷ്യമായി വന്ന ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് തുറന്നു തന്നെ ജനങ്ങളുടെ മുമ്പിൽ താങ്കളുടെ കമന്റ് കൂടി. സർക്കാർ ജനാധിപത്യ വ്യവസ്ഥയുടെ സംസ്ഥാനത്ത് എതിർത്ത് തോൽപ്പിക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ പാർട്ടിക്കുള്ളിൽ കടന്നു കയറി ഒരു ക്യാൻസർ രോഗബാധ പോലെ ഇതിലെ പലരെയും പിടികൂടാൻ ശ്രമിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്കെതിരെ ഈ പ്രശ്നങ്ങൾ ഉയർത്തിയ അൻവറിനെ പാർട്ടിക്കാർ കൃത്യമായി തിരിച്ചറിയും. അത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുറച്ച് ആളുകൾ ഇപ്പോഴും ബാക്കിയുണ്ടാവാം.
അവരും കൃത്യമായി സത്യം തിരിച്ചറിയും. ഓരോ ദിവസത്തെ അൻവറിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ കാണുമ്പോൾ ഇന്നലെ അത് വളരെ കൃത്യമാണ്. അൻവറിന്റെ നീക്കം എങ്ങോട്ടാണ്, ആരുടെ കോടാലിക്കൈയായിട്ടാണ് മാറുന്നത്, BJP-യെ പരാമർശിക്കാതിരുന്നതടക്കമുള്ള വിഷയങ്ങൾ ഇന്നലെ വരെ അൻവർ ആർക്കെതിരെയായിരുന്നോ സംസാരിച്ചിരുന്നത്, അവരുടെ കൂടെ ശരി. യാത്രികനായി രാഷ്ട്രീയത്തിലേക്ക് അൻവർ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തിയൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാവും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഗൗരിയമ്മയും MV രാഘവനും ഒക്കെ രാഷ്ട്രീയ ആശയത്തിന്റെ പേരിലാണ് പോയതെങ്കിൽ ഇതൊരു ആശയത്തിന്റെ പേരിൽ പോലുമല്ല, ഒരു ബഹളം തൽക്കാലം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബഹളം. അങ്ങനെ ഒരു പവർഫുള്ളറായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് വന്ന ആളാണ് തീർച്ചയായും. അതുകൊണ്ട് എത്ര വേഗതയിൽ ലോകം ചുറ്റിയാലും, ചെരുപ്പിടും മുമ്പ് എത്ര വേഗതയിൽ ലോകം ചുറ്റിയാലും സത്യത്തിന് 17 വയസ്സാണ്. കാരണം സത്യം യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ വസ്തുത. അത് ബോധ്യമാകുന്നതിന് ചില കാരണങ്ങളെത്തും. നേരത്തെ AK ബാലൻ പറഞ്ഞതുപോലെ കാർമേഘങ്ങൾ, പ്രതിപക്ഷം തീർത്ത കാർമേഘങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ സൂര്യനെ കാണാനാകില്ല. പക്ഷേ കാർമേഘങ്ങൾ മാറുകയും സൂര്യൻ അവിടെ ഉദിച്ചു നിൽക്കുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ആ സത്യം ബോധ്യപ്പെടാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ബോധ്യപ്പെടട്ടെ. എന്തായിരുന്നാലും സത്യം പോലെ തന്നെ മുമ്പോട്ട്, യാഥാർത്ഥ്യം, വസ്തുത മുമ്പോട്ട് പോകും എന്നതാണ് ഈ ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പറയാനാകുന്നത്. എന്തായിരുന്നാലും ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകും.